വെൽക്കം ടു കോലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സെക്ഷൻ 1ഉം 2ഉം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KCS അമെൻമെൻറ്റ് ആക്ട് 2023ൻ്റെ സെക്ഷൻ 3, 7, 8A ആൻഡ് 14 പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ്സിൽ കാണിച്ചിരിക്കുന്നത് KCS അമെൻമെൻറ്റ് ആക്ട് 2023ൻ്റെ PDF ആണ്. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ കയ്യിൽ PDF എടുത്ത് വെക്കേണ്ടത് KCS അമെൻമെൻറ്റ് ആക്ട് 1969 ആണ്. ഓക്കെ, ആ നിയമം. കാര്യം ചില സെക്ഷനിൽ ഓൾറെഡി ഉള്ള സെൻറ്റൻസിലായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അമെൻമെൻറ്റ് ആക്ട് 2023യുടെ PDF ആണ്. നിങ്ങളിത് ക്ലാസ് കാണുന്ന സമയത്ത് ഒരു 10-20 പേജേ കാണൂ. അതൊന്നെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് അപ്പോൾ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. കാരണം നമ്മളിവിടെ നല്ല ബേസ് ലെവലിൽ നിന്നാണ് പറയുന്നത്. നല്ലതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ആകാനും തെറ്റാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓൺസ് നിങ്ങൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പക്കയാവും. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്ഷൻ 3. ഇന്നലെ നമ്മൾ സെക്ഷൻ 2ലാണ് ഫസ്റ്റ് അമെൻമെൻറ്റ് വന്നത്. സെക്ഷൻ 1ൽ ഒരു അമെൻമെൻറ്റും ഇല്ല. സെക്ഷൻ 2ലാണ് അമെൻമെൻറ്റ് വന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്ന സെക്ഷൻ 3. സെക്ഷൻ 3 എന്താണ്? രജിസ്ട്രാർ. ആരാണ് രജിസ്ട്രാർ? നമുക്കറിയാം, സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ രജിസ്ട്രാറാണ്. രജിസ്ട്രാർ ഈസ് ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു കോപ്പറേറ്റീവ് സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള ഏറ്റവും പരമോന്നത അധികാരി എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ ഇതിൽ വന്ന മാറ്റം എന്താണെന്ന് നോക്കാം. നിങ്ങൾ അമെൻമെൻറ്റിൻ്റെ PDF നോക്കൂ. ഇൻ സബ്സെഷൻ 1 ഫോർ ദ വേർഡ്സ് എ പേഴ്സൺ ദ വേർഡ്സ് ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയുന്നത് ചെറിയ ചേഞ്ചസ് വന്നു എന്നാണ് അർത്ഥം. എന്നാൽ ആഡഡ് എന്നോ ഇൻസേർട്ടഡ് എന്നോ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുന്നതെന്ന് പറയുമ്പോൾ അത് പഠിക്കേണ്ടത് തന്നെയാണ്. അതിന് കൂടുതലും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. എന്നും പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കണ്ടെന്നല്ല. സബ്സ്റ്റിറ്റ്യൂട്ടൽ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആ സെൻറ്റൻസിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഷാൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ് പറയുന്നത്. അപ്പം നിലവിൽ എന്താണുള്ളതെന്ന് നമ്മൾ അറിയണം. അതിനാണ് ഞാൻ പറഞ്ഞത് KCS ആക്ട് 1969 നിലവിലുള്ള നിയമത്തിൻ്റെ PDF ഞാനിവിടെ തരുന്നതും കൂടെ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് സബ്സെഷൻ 1ഉം സബ്സെഷൻ 2 എന്നൊക്കെ പറഞ്ഞിട്ട് സെക്ഷൻ 3യിലുണ്ട്. അപ്പോൾ സെക്ഷൻ 3യിലെ രജിസ്ട്രാറിൽ സബ്സെഷനിൽ പറയുന്നത് ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് പറയുന്നത്? ഗവൺമെൻറ് ആണെന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം. ആരാണ് അപ്പോയിൻറ്റഡ് ചെയ്യുന്നതെന്നൊക്കെ CSEBയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആരാണ്? ഗവൺമെൻറ്റാണ് രജിസ്ട്രാറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ വന്ന മാറ്റം എന്താണെന്ന് നോക്കൂ. ദ ഗവൺമെൻറ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്താക്കി? ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മൾ ഡെഫിനിഷനിലും ഓൾറെഡി ഇത് പറഞ്ഞതാണ്. ഏത് ഡെഫിനിഷനിലാണ് രജിസ്ട്രാറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 2Pയിൽ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഒരു വ്യക്തി എന്നുള്ളത് മാറ്റിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഓഫീസർ എന്നുള്ളതാക്കി. എന്താക്കി? ഒരു ഓഫീസർ, ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ളതാക്കി. അടുത്തത് ഇൻ സബ്സെഷൻ 2. സബ്സെഷൻ 2 ഉണ്ട്. സബ്സെഷൻ 2യിൽ പറയുന്നത് ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. ഗവൺമെൻറ്റിന് ഒന്നുകിൽ ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡറിലൂടെ ഏതെങ്കിലും ഒരാൾക്ക് രജിസ്ട്രാറിൻ്റെ പവേഴ്സ് കൈമാറ്റം ചെയ്യാം, കൺഫർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത്. എന്താണ്? എനി പേഴ്സൺ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാക്കി. ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ. ഈ എനി പേഴ്സൺ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസർ എന്നുള്ളതാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ സബ്സെഷൻ 1ലും എ പേഴ്സൺ, ഒരു വ്യക്തി എന്നുള്ളത് മാറ്റിയിട്ട് എനി എന്താക്കി? ആൻ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസർ എന്നുള്ളതാക്കി. മനസ്സിലായില്ലേ? അതാണ് രജിസ്ട്രാറിൽ വന്ന മാറ്റം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ രജിസ്ട്രാർ സെക്ഷൻ 3യിൽ വന്ന മാറ്റം. ഇനി നമുക്ക് അടുത്തത് പഠിക്കുന്നത് സെക്ഷൻ
അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 7. അപ്പം നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ നിലവിൽ സബ്സെഷനിൽ എന്ത് പറഞ്ഞിരുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിലവിൽ പഴയ ആക്ട് നിയമം ഏതാണെന്ന് നിങ്ങൾ അറിയണ്ടേ. അതിനാണ് ഞാൻ പറഞ്ഞത് പഴയത് എന്ത് ചെയ്യണം, നിങ്ങൾ PDF എടുത്ത് വെച്ച് തന്നെ ഈ ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 7. 3 കഴിഞ്ഞാൽ പിന്നെ ഏത് സെക്ഷനിലാണ് മാറ്റം വന്നത്? 7ലാണ്. 7 അറിയാം നമുക്ക് എന്താണ്, രജിസ്ട്രേഷനാണ്. നോക്കൂ, ഇൻ സബ്സെഷൻ 1 ഇൻ ക്ലോസ് D the word and coming after the word and simple rules shall be deleted. സബ്സെഷൻ 1 ക്ലോസ് D ഉണ്ട്. അതായത് സബ്സെഷൻ 1 A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. ഇങ്ങനെ 5 ക്ലോസുകളുണ്ട്. ABCDE. ഇത് നിങ്ങൾക്ക് പഴയത് നോക്കിയാലേ മനസ്സിലാവും. നിങ്ങൾ പഴയത് നോക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല അത്രത്തോളം. ഇപ്പോൾ ആൻഡ് മാറ്റി അല്ലെ ആ സിമ്പിൾ മാറ്റി എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ലേ. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നാളെ ഇത് വായിക്കുമ്പോൾ ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ വരരുത്. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ തോന്നില്ലല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഴയത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഡിയിൽ പറയുന്നത് ദാറ്റ് ദ പ്രപ്പോസ്ഡ് ബൈലോസ് ആർ നോട്ട് കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് ദ റൂൾസ് കഴിഞ്ഞിട്ട് ഒരു ആൻഡ് ഉണ്ട്. ഈ ആൻഡ് എന്ത് വേണം? ആൻഡ് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്തു, ആൻഡ് വേണ്ട എന്നാണ് പറയുന്നത്. അവിടെ D ക്ലോസിൽ ഒരു ആൻഡ് ഉണ്ട്, ഈ ആൻഡ് എടുത്തു കളഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാനാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഇൻ ക്ലോസ് ഇയിൽ എന്താണ് പറയുന്നത്? ഫോർ ദ വേർഡ്സ് ആൻഡ് സിമ്പിൾസ് he may register the society and its bylaws within a period of 90 days from the date of receipt of the application. The symbol and word and shall be substituted. നേരത്തെ ഡിയിൽ ആൻഡ് എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. ഈ ഡിയിൽ ആൻഡ് എടുത്ത് കളഞ്ഞത് എവിടെ കൊണ്ട് ചേർത്ത് അവർ? ഈ ക്ലോസിൽ ആൻഡ് കൊണ്ട് ചേർത്തു. മനസ്സിലായില്ലേ? നിലവിൽ ഒരു മാറ്റവും ഇല്ല, 90 days ഒക്കെ തന്നെ ഒരു മാറ്റവും ഇല്ല. പക്ഷേ അതിന് ശേഷം എന്താക്കി? ആൻഡ് അവിടെ ആക്കി, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിന് ശേഷം സിയിൽ എന്താ പറയുന്നത്? ആഫ്റ്റർ ക്ലോസ് ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ടഡ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു 5 ക്ലോസുകളായിരുന്നു ഉള്ളത്. രജിസ്ട്രേഷനിൽ 5 ക്ലോസുകളായിരുന്നു ഉള്ളത്, ABCDE എന്ന് പറഞ്ഞു. പിന്നെ അവർ പുതിയതായിട്ടൊരു ക്ലോസും കൂടെ ചേർത്ത്, അതാണ് F. അപ്പം അത് നിങ്ങൾ നോക്കിക്കോണം. എഫ് എന്താണ് പറയുന്നത്? ദാറ്റ് ദ പ്രപ്പോസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് കളക്റ്റഡ് 25 lakhs and 50,000 rupees and non-credit cooperative society have collected 1 lakh rupees as the minimum share capital. ഇപ്പോൾ ഇത് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഒരു ക്രെഡിറ്റ് സൊസൈറ്റി, ഒരു വായ്പാ സൊസൈറ്റി ആണെങ്കിൽ 2.5 ലക്ഷം രൂപയും, ഒരു നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വായ്പേതര കോപ്പറേറ്റീവ് സംഘമാണെങ്കിൽ 1 ലക്ഷം രൂപയും മിനിമം ഷെയർ ക്യാപിറ്റലായിട്ട് അവർ അത് സമാഹരിച്ചു എന്ന് രജിസ്ട്രാർക്ക് ബോധ്യമായാൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? ആ അപേക്ഷ എന്നാണോ സ്വീകരിച്ച തീയതി മുതൽ 60 ഡേയ്സിനകം ആ സൊസൈറ്റി എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്ത് കൊടുക്കപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ, അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 60 ഡേയ്സാണ്, 90 ഡേയ്സ് മാറ്റിയിട്ട് എന്താണ് അതിന്മേൽ രജിസ്ട്രാർ തീരുമാനം എടുക്കേണ്ടത് എത്ര ദിവസത്തേക്കാക്കി? 60 ഡേയ്സ് ആക്കി, 60 ദിവസം. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഡിസ്പോസൽ എത്ര ആക്കി? 60 ഡേയ്സ് ആക്കി. അപ്പോൾ രജിസ്ട്രാറിന് എന്താണ് ബോധ്യമാകേണ്ടത്? ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ, വായ്പ കൊടുക്കുന്ന സൊസൈറ്റികളാണെങ്കിൽ അവരുടെ മിനിമം ഷെയർ ക്യാപിറ്റൽ എത്ര വേണം? 2.5 ലക്ഷം. അപ്പോൾ ചോദിക്കും ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മിനിമം, നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മിനിമം ഷെയർ ക്യാപിറ്റൽ എത്ര വേണം എന്ന് ചോദിച്ചാൽ അതെത്രയാണ്? 2.5 lakhs ആണ്. എത്രയാണ്? 2,50,000 രൂപ, 2.5 lakhs. എന്നാൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, നോൺ ക്രെഡിറ്റ് എന്ന് വെച്ചാൽ വായ്പ കൊടുക്കത്തില്ല. അപ്പോൾ വായ്പ കൊടുക്കാതിരിക്കുമ്പം അത്രത്തോളം ഷെയർ ക്യാപിറ്റലും മൂലധനം അവർക്ക് വേണ്ടല്ലോ. വേണ്ട. അതുകൊണ്ട് തന്നെ അത് കുറവായിരിക്കും, 1 ലക്ഷം. ഇങ്ങനെ രജിസ്ട്രാർക്ക് അത് ബോധ്യമായാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. എത്ര ദിവസത്തിനുള്ളിൽ? 60 ദിവസത്തിനുള്ളിൽ. എന്നാൽ താഴെ പറയുന്നത് നോക്കൂ, പ്രൊവൈഡഡ് ദാറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ഷെയർ ക്യാപിറ്റൽ ഇൻ ദിസ് ക്ലോസ് ഷാൾ നോട്ട് ബി ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ്. അതായത് ഇപ്പം മേൽ പറഞ്ഞ മിനിമം ഷെയർ ക്യാപിറ്റൽ വേണം എന്ന് പുതുതായിട്ട് കൂട്ടിച്ചേർത്തത് ആർക്ക് ആപ്ലിക്കബിൾ അല്ല? നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ് സൊസൈറ്റികൾക്കും ഫിഷറീസ് സൊസൈറ്റികൾക്കും വനിതാ സൊസൈറ്റികൾക്ക് ട്രാൻസ്ജെൻഡേഴ്സ്
പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, സ്കൂൾസ്, കോളേജസ് ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ മിനിമം ഷെയർ ക്യാപിറ്റൽ വേണം എന്ന നിയമം ബാധകമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ വളരെ ഡിഫറെൻ്റായിട്ട് വളരെ ട്രെൻഡി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, നമ്മൾ ക്ലോസ് ഇക്ക് ശേഷം എഫ് എന്നുള്ളൊരു ക്ലോസ് പുതുതായിട്ട് ആഡ് ചെയ്തു. അതിലെന്താണ് പറയുന്നത്, മിനിമം ഷെയർ ക്യാപിറ്റൽ 2.5 ലക്ഷം ഫോർ ക്രെഡിറ്റ് സൊസൈറ്റികൾ, എന്നാൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് 1 ലക്ഷം രൂപ മിനിമം ഷെയർ ക്യാപിറ്റൽ വേണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ രജിസ്ട്രാർ 60 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്ത് കൊടുക്കും, രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഈ പറഞ്ഞ മിനിമം ഷെയർ ക്യാപിറ്റൽ താഴെ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബോ ഫിഷറീസിനോ വനിതകൾക്കോ ട്രാൻസ്ജെൻഡേഴ്സിനോ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും സ്കൂൾ കോളേജും ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും എന്തല്ല, ബാധകമല്ല. അവരൊക്കെ ചെറുകിട കോപ്പറേറ്റീവ് സൊസൈറ്റികളല്ലേ, അതുകൊണ്ട് അവരുടെ അടുത്ത് ഇത്ര സമാഹരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ബാധകമല്ല. ഓക്കെ, അതാണ് പറയുന്നത്, ഓർത്ത് വെക്കാം. ഇനി അതിനുശേഷം അടുത്തതായിട്ട് വന്ന മാറ്റം, ഇൻ സബ്സെഷൻ 2 ഫോർ ദ വേർഡ്സ് 7 days ദ വേർഡ്സ് 15 days ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിലവിലുള്ളതിൽ നിന്ന് ചെറിയൊരു മാറ്റമാണ്. എന്താണ് നിലവിലുള്ളത് എന്നറിയണമെങ്കിൽ പഴയ നിയമം എടുക്കുക. അപ്പോൾ പഴയ നിയമത്തിൻ്റെ പ്രിൻ്റ് നിങ്ങൾ എടുക്കുക. അപ്പം പഴയ നിയമത്തിൽ പ്രിൻ്റ് നോക്കുക. സെക്ഷൻ 7 രജിസ്ട്രേഷനിൽ സബ്സെഷൻ 2 എന്താണ് പറയുന്നത്, വേർ ദ രജിസ്ട്രാർ റെഫ്യൂസസ് ടു രജിസ്റ്റർ എ സൊസൈറ്റി. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രാർ നിരസിച്ചാൽ അദ്ദേഹം എന്താണ് നിരസിച്ചത് എന്നതിൻ്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഓർഡർ എത്ര ദിവസത്തിനുള്ളിൽ ആപ്ലിക്കൻസിന് കൊടുക്കണം, 7 ദിവസം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ അത് 7 മാറ്റിയിട്ട് എത്രയാക്കി, 15 days ആക്കി. എത്രയാക്കി, 15 days ആക്കി. അപ്പം ഒട്ടുമിക്ക എല്ലാം എന്താണ്, 15 ദിവസമാണ്. നമ്മൾ ഓൾറെഡി 7 days എന്നായിരുന്നു പഠിച്ചു വെച്ചത്. അപ്പോൾ അതെന്താക്കി മാറ്റി, 15 ദിവസമാക്കി. അപ്പം റെഫ്യൂസൽ പീരീഡ് എത്രയാണ്, 15 ദിവസം. റിഫ്യൂസൽ ഓഫ് രജിസ്ട്രേഷൻ എത്രയാണ്, 15 ദിവസം. അത് കഴിഞ്ഞിട്ട് ഇൻ സബ്സെഷൻ 3, ഇനി അടുത്ത 3യിലും മാറ്റമുണ്ട്. അപ്പോൾ 3യിൽ മാറ്റമുണ്ട് എന്നറിയണമെങ്കിൽ പഴയ 3 എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പഴയ 3 എന്താണ്, ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഇപ്പം ഒരു കോപ്പറേറ്റീവ് സംഘം രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ അത് മേൽ രജിസ്ട്രാർ എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം, വിത്തിൻ 90 days ആയിരുന്നു പറഞ്ഞത്. നമ്മൾ നേരത്തെയും ഇവിടെ പറഞ്ഞതാണ്, ഈ 90 days 90 ദിവസം എന്നുള്ളത് ഇപ്പം മാറ്റിയിട്ട് 60 ദിവസമാക്കി. അപ്പം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഡിസ്പോസൽ എത്രയാണ്, 60 ദിവസം. ഓക്കെ, അതാണ് ഇപ്പോൾ വന്ന മാറ്റം. നേരത്തെ പറഞ്ഞത് എത്രയാണ്, നമ്മൾ നേരത്തെ ക്ലോസ് 2ൽ പറഞ്ഞത് എന്താണ്, റെഫ്യൂസൽ പീരീഡ്, റെഫ്യൂസൽ ടൈം എത്ര ആക്കി മാറ്റി, 7 എന്നുള്ളത് 15 ആക്കി. ഡിസ്പോസൽ പീരീഡ് 90 എന്നുള്ളത് 60 ആക്കി. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷനിൽ വന്ന മാറ്റം. ഓക്കെ, രജിസ്ട്രേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ഒരെണ്ണം ചോദിച്ചിരിക്കും. അപ്പോൾ രജിസ്ട്രേഷനിൽ നമ്മൾ പെട്ടെന്നൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, രജിസ്ട്രേഷനിൽ എന്താണ് വന്ന മാറ്റം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് മിനിമം ഷെയർ ക്യാപിറ്റൽ എത്ര വേണം, 2.5 ലക്ഷം. നോൺ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് എത്ര വേണം, 1 lakh. പിന്നെ ഇത് ആർക്കൊക്കെ ബാധകമല്ല അത് നമ്മൾ പറഞ്ഞു, അതും പഠിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ്, റെഫ്യൂസലിനുള്ള കാരണങ്ങൾ എത്ര ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം, 7 എന്നുള്ളത് 15 ദിവസമാക്കി. ഡിസ്പോസൽ പീരീഡ് 90 എന്നുള്ളത് 60 ആക്കി. ഇത്രയാണ് നമ്മുടെ സെക്ഷൻ 7ൽ വന്ന മാറ്റം, രജിസ്ട്രേഷൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 8A. 8Aയിൽ വന്ന അമെൻമെൻറ്റ്. 8A എന്താണ്, അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ഏത് സൊസൈറ്റി നമ്മൾ രജിസ്റ്റർ ചെയ്താലും എന്ത് ചെയ്യണം, 60 ദിവസത്തിനുള്ളിൽ അതിൻ്റെ തൊട്ട് മേളിലുള്ള അപ്പെക്സ് സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിരിക്കണം, ഇല്ലേ. എവറി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ വിത്തിൻ സച്ച് ടൈം ആൻഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അപ്ലൈ ഫോർ അഫിലിയേഷൻ ടു ദ കൺസേൺഡ് അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി. മേൽ പറഞ്ഞ സൊസൈറ്റികളിൽ എന്ത് എടുക്കണം, അംഗത്വം എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത് നോക്കൂ, ഇൻ സബ്സെഷൻ 2 ഓഫ് സെക്ഷൻ 8A ഓഫ് ദ പ്രിൻസിപ്പൽ ആക്ട് ഫോർ ദ വേർഡ്സ് 60 days
wherever it occurs the words 45 days shall be substituted. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നാണ് പറയുന്നത്. അതായത് നിലവിലുള്ളത് മാറ്റിയെങ്കിൽ നമ്മൾ സെക്ഷൻ 2 എന്താണ്, സബ്സെഷൻ 2 എന്താണെന്ന് അറിയണം. 8A സബ്സെഷൻ 2, 8A സബ്സെഷൻ 2 ആണ്. എന്താണ് അവിടെ പറയുന്നത്? വേർ ദ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ഡസ് നോട്ട് within 60 days from the date of receipt of the application for affiliation determine whether such affiliation should be given. ഓക്കെ, അത് കുറേ ഉണ്ട്. അതായത് നമ്മൾ എന്ത് വേണം, ഒരു 60 ദിവസത്തിനുള്ളിൽ നമുക്ക് അഫിലിയേഷൻ കിട്ടിയില്ലെങ്കിൽ, ആപ്ലിക്കേഷൻ കൊടുത്ത് 60 ദിവസത്തിന് ഉള്ളിൽ നമ്മൾ എന്താണ് അഫിലിയേഷൻ അംഗത്വം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് അംഗത്വം കിട്ടിയതാക്കി കണക്കാക്കപ്പെടും. ആപ്ലിക്കൻറ്റ് അംഗത്വം കിട്ടിയതാക്കി കണക്കാക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇത് എത്ര ദിവസത്തിനുള്ളിലാണ്? 60 ദിവസം എന്നാണ് പറഞ്ഞത്. ഈ 60 ദിവസം ഇപ്പം എന്താക്കി? 45 days ആക്കി. ടൈം ലിമിറ്റ് വളരെ വ്യക്തമായിട്ട് ഓർത്ത് വെക്കുക. കാരണം അത് ടൈം ലിമിറ്റ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നിലവിൽ 60 ദിവസമായിരുന്നു. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, 60 ദിവസത്തിനുള്ളിൽ എന്താണ് നമുക്ക് അഫിലിയേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പിന്നെ അഫിലിയേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷേ 60 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടും എന്നാണ് പറഞ്ഞത് നിലവിൽ. ഇപ്പോൾ ആ 60 ദിവസം എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കി? 45 days 45 ദിവസമാക്കി. അതാണ് അതിൽ വന്ന മാറ്റം. ഈ ഒരൊറ്റ മാറ്റമേ ഉള്ളൂ 8A വന്നത്. ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 14 14 വന്ന. ഇപ്പം 8A കഴിഞ്ഞാൽ പിന്നെ 14 വന്നത്. ഓക്കെ, അപ്പോൾ 14 വന്ന മാറ്റമാണ് പറയുന്നത്. നോക്കൂ, 14 എന്താണ് നമുക്കറിയാം. അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ അമാൽഗമേഷൻ, ലയനം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, നിലവിലുള്ള അസറ്റും ലയബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ നിലവിലുള്ള സൊസൈറ്റി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു സെക്ഷൻ 14 പറയുന്നത്. ഇവിടെ എന്താണ് മാറ്റം വന്നത്? ഇൻ മാർജിനൽ ഹെഡിങ് ഓഫ് സെക്ഷൻ 15 ഹെഡിങ്ങിൽ തന്നെ മാറ്റം വന്നു. അത് നോക്കണം, ഹെഡിങ്ങിൽ തന്നെയാണ് മാറ്റം വന്നത്. ആഫ്റ്റർ ദ വേർഡ് അമാൽഗമേഷൻ ദ വേർഡ് ആൻഡ് സിമ്പിൾ മെർജർ ഷാൽ ബി ഇൻസേർട്ടഡ് ആണ്, പുതിയതായിട്ട് കൂട്ടിച്ചേർത്തതാണ്. അമാൽഗമേഷന് ശേഷം എന്ത് വേർഡും കൂടെ വന്നു? മെർജർ എന്നും കൂടെ വന്നു. ഓക്കെ, മെർജ് ചെയ്യുക, ലയിക്കുക, മെർജർ, MERGER. അപ്പോൾ എന്താണ് നിലവിൽ? അപ്പോൾ ഹെഡിങ്ങിൽ തന്നെ മാറ്റം വന്നു. ഹെഡിങ്ങിൽ മാറ്റം വന്ന ആദ്യത്തെ സെക്ഷനാണ്. ഏത് സെക്ഷനാണ്? നിലവിലുണ്ടായിരുന്നത് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്നായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്ന് വന്നു. നിങ്ങളടുത്ത് വളരെ വ്യക്തമായിട്ട് 1-2 തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ കാരണം പറഞ്ഞു പോയാൽ ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല, എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണ്? ഹെഡിങ്ങിൽ തന്നെ മാറ്റം വന്നു. എന്താണ് മാറ്റം വന്നത്? അമാൽഗമേഷന് ശേഷം മെർജർ എന്നും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇൻ സബ്സെഷൻ 1 വന്ന മാറ്റമാണ് പറയുന്നത്. ആഫ്റ്റർ ദ വേർഡ്സ് ആൻഡ് സിമ്പിൾ എ സൊസൈറ്റി മേ ദ വേർഡ്സ് ആൻഡ് സിമ്പിൾ വിത്തിൻ ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ ഷാൾ ബി ഇൻസേർട്ടഡ്. അപ്പോൾ ഇൻസേർട്ട് ചെയ്തതാണ്, കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ സബ്സെഷൻ 1 എന്താ പറയുന്നതെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നിലവിലുള്ള പഴയ നിയമത്തിൻ്റെ PDF എടുക്കണം. ആ PDF എടുത്ത് നിങ്ങൾ നോക്കൂ. സബ്സെഷൻ 1 പറയുന്നത് എന്താ? വായിക്കാം. എ സൊസൈറ്റി മേ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ മേയ്ക്ക് ശേഷം എന്തും കൂടെ വന്നു? വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാറിൻ്റെ മുൻകൂട്ടിയുള്ള അപ്രൂവൽ കിട്ടണം, മുൻകൂട്ടിയുള്ള അനുമതി കിട്ടണം. എന്നാൽ മാത്രമേ ആ പ്രമേയം പൊതുയോഗത്തിൽ പാസ്സാക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം? ആരുടെ അപ്രൂവൽ വേണം? വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് രജിസ്ട്രാർ. ഒട്ടുമിക്ക എല്ലാ അപ്രൂവൽ ചോദിച്ചാലും അത് രജിസ്ട്രാറാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു രജിസ്ട്രാറാണ് കോമ്പീറ്റൻ്റ് അതോറിറ്റി, അതുകൊണ്ട് തന്നെ രജിസ്ട്രാറിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വേണം. അതാണ് സബ്സെഷൻ 1 കൂട്ടിച്ചേർത്തത്. ഇനി പിന്നെ 2/3 മെജോറിറ്റി ആയിരുന്നു വേണ്ടുന്നത്. നമ്മളൊരു പ്രമേയം പാസ്സാക്കിയാൽ എത്ര മെജോറിറ്റി വേണം? മെമ്പേഴ്സ് 2/3 മെമ്പേഴ്സ് വേണം. അത് 2/3 മെമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യണം, പിന്നെ അവർ വോട്ടും ചെയ്യണം പൊതുയോഗത്തിൽ, ജനറൽ ബോഡി മീറ്റിങ്ങിൽ. ഇപ്പം 2/3 എന്നുള്ളത് സിമ്പിൾ മെജോറിറ്റി, കേവല മെജോറിറ്റി ആക്കി, സിമ്പിൾ മെജോറിറ്റി. അപ്പോൾ അത് ഓർത്ത് വെക്കണം. അതും ടൈം ലിമിറ്റ്സിൽ വന്ന മാറ്റമാണ്. നമ്മൾ അമാൽഗമേഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? 2/3 മെജോറിറ്റി വേണം എന്നാണ് പഠിച്ചത്. അപ്പോൾ 2/3 അല്ല, സിമ്പിൾ മെജോറിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻ സബ്സെഷൻ 2 ആഫ്റ്റർ ദ വേർഡ്സ് ആൻഡ് സിമ്പിൾ സൊസൈറ്റി മേ
നേരത്തെ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. സൊസൈറ്റി മേക്ക് ശേഷം ആരുടെ മുൻകൂട്ടിയുള്ള അനുമതി വേണമെന്ന് പറഞ്ഞു? രജിസ്ട്രാറിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വേണമെന്നും ഈ ടു തേർഡ് മെജോറിറ്റി എന്നുള്ളത് സിമ്പിൾ മെജോറിറ്റി ആയിട്ട് മാറിയെന്നുമാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ആഫ്റ്റർ സബ്സെഷൻ 2 ദ ഫോളോയിങ് ഷാൾ ബി ആഡഡ് ആസ് സബ്സെഷൻ 2A. ഒരു 2A എന്ന് പറയുന്നത് 2A കൊണ്ടുവന്നു, പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ഒരു സബ്സെഷനാണ് 2A. നമുക്ക് നിലവിൽ 2A ഉള്ളായിരുന്നു സബ്സെഷൻ. ഇപ്പോൾ 2A നമ്മുടെ ഇതിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ 2A എന്താണ് കൊണ്ടുവന്നത്? notwithstanding anything to the contrary contained in the any other law in force or in rules or in bylaws of the society of any society. ഏതെങ്കിലുമുള്ള നിലവിലുള്ള ഒരു സൊസൈറ്റിയുടെ ലോയിലോ അല്ലെങ്കിൽ ബൈലോയിലോ റൂൾസിലോ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ആ സൊസൈറ്റിയുടെ എന്ത് വേണം? വൺ ഓർ മോർ സൊസൈറ്റി മേജ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള ആ സൊസൈറ്റിയിൽ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിൽ സിമ്പിൾ മെജോറിറ്റി പാസ്സാക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ താഴെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. ഈ ഏതൊക്കെ സൊസൈറ്റികൾ തമ്മിലാണോ മേജ് ചെയ്യുന്ന ആ 2 സൊസൈറ്റികളും ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പ്രമേയം പാസ്സാക്കി 2 പേർക്കും സിമ്പിൾ മെജോറിറ്റി വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊന്നുമില്ല, നിങ്ങൾ അതൊന്നും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കുകയേ വേണ്ട. നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി, ഒരൊറ്റ മാറ്റമേ ഉള്ളൂ. രജിസ്ട്രാറിൻ്റെ പ്രയൽ അപ്രൂവൽ വേണം എന്ന്. ഒരു അമാൽഗമേഷൻ അല്ലെങ്കിൽ മേജർ നടക്കണമെങ്കിൽ രജിസ്ട്രാറിൻ്റെ പ്രയൽ അപ്രൂവലോട് കൂടി ഒരു ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൽ പ്രമേയം പാസ്സാക്കുകയും അതിലെന്ത് വേണം എന്നാണ് പറയുന്നത്? അതിൽ സിമ്പിൾ മെജോറിറ്റി വേണം എന്നുമാണ് അമാൽഗമേഷൻ സെക്ഷൻ 14 പറയുന്ന ചേഞ്ചസ്, അമെൻമെൻറ്റ്. അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് സെക്ഷൻസ് അല്ലേ, നിയമങ്ങളല്ലേ, അപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ താഴെ സബ്സെഷൻ 3 അവർ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ്? അമാൽഗമേഷൻ മേജർ ട്രാൻസ്ഫർ ഓർ ഡിവിഷൻ എന്നാക്കി എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹെഡിങ്ങിൽ. അപ്പോൾ സെക്ഷൻ 14 വന്ന ചേഞ്ചസ് ഹെഡിങ്ങിൽ തന്നെ എന്ത് വന്നു? ഒരു മാറ്റം വന്നു. സെക്ഷൻ 14 അമാൽഗമേഷൻ കഴിഞ്ഞ് മേജർ കഴിഞ്ഞ് പിന്നെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ ഓർ ഡിവിഷൻ എന്നുണ്ട്. ട്രാൻസ്ഫർ ഓർ ഡിവിഷൻ എന്നാക്കിയിട്ടുണ്ട്. ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർക്കണം. പിന്നീട് രജിസ്ട്രാറിൻ്റെ പ്രയൽ അപ്രൂവൽ വേണമെന്നും ജനറൽ ബോഡി മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ അതിന് എത്ര മെജോറിറ്റി വേണം? 2/3 എന്നുള്ളത് മാറ്റിയിട്ട് സിമ്പിൾ മെജോറിറ്റി ആക്കി. ഓക്കെ, അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നോക്കുക. ഈ പറഞ്ഞത് മാത്രം, ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് മാത്രം നിങ്ങൾ കമ്പയർ ചെയ്ത് 2 PDF നിങ്ങൾ പോയി എടുക്കുക. ഒരു 10-40 പേജേ വരൂ. അതിനു വേണ്ടി ബുദ്ധിമുട്ടില്ല എടുക്കുന്നതിന്. അതെടുത്ത് 2ഉം കൂടെ എടുത്ത് ഈ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുക. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ 1.5x സ്പീഡിലിട്ട് കേൾക്കാം. അപ്പം നമ്മളൊരു 30 മിനിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് ഒക്കെ വരൂ, 15 to 20 മിനിറ്റ്സേ വരൂ. അപ്പം നിങ്ങൾക്ക് എളുപ്പമല്ലേ പഠിക്കാൻ? അങ്ങനെ പഠിച്ചത് മാറ്റുക. ഓക്കെ, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായിട്ട് നിങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. കൺഫ്യൂഷനാണ്, ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ സെക്ഷൻ 3 പഠിച്ചു. ഇന്ന് എന്തൊക്കെ പഠിച്ചു? സെക്ഷൻ 3, 7, പിന്നെന്താണ് 8A, സെക്ഷൻ 14. ഇങ്ങനെ 4 സെക്ഷൻ പഠിച്ചു. നമുക്ക് കുറച്ച് പഠിച്ചു പോകാം. എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മാറിപ്പോകും, കൺഫ്യൂഷനാവും. അപ്പോൾ ഇത്രയും സെക്ഷൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. പിന്നെ മസ്റ്റായിട്ട് എല്ലാവരും തരുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യുക. പോൾസ് വഴി തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തരുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. കുറേ അങ്ങ് ആകുമ്പോൾ നമ്മൾ ചുമ്മാ ക്ലിക്ക് ചെയ്തങ്ങ് വിടും. എന്നിട്ട് അതുകൊണ്ട് കാര്യമില്ല. കുറേശ്ശെ നിങ്ങൾ ചെയ്യുക, കുറച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു മോർണിംഗ് കുറച്ച് പോൾസ് ഇടും, പിന്നെന്താണ് ഉച്ചയ്ക്ക് കുറച്ചിടും, ഈവനിങ്, രാത്രി, അതൊക്കെ നിങ്ങൾ പതുക്കെ കിട്ടുന്ന സമയം ചെയ്ത് തീർക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അവൈലബിൾ ആണ്. പക്ഷേ അത് നല്ല രീതിയിൽ യൂസ് ചെയ്താലേ നമുക്കത് ബെനിഫിറ്റ്, അതിൻ്റെ ഗുണം കിട്ടും, ഇല്ലേ? അല്ലാതെ വെറുതെ ഇരുന്ന് എല്ലാം ഉണ്ട്, എല്ലാത്തിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, എല്ലാത്തിലും ജോയിൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇല്ല. നമ്മൾ ആ അവസരങ്ങളും ആ കാര്യങ്ങളും നല്ല രീതിയിൽ വിനിയോഗിക്കുന്നവരാണ് മുന്നോട്ട് കയറി വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കേട്ട് പോൾസും എക്സാംസും ഒക്കെ അറ്റൻഡ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.